ഹായ്, ഇക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. ഇതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണുന്നത്. The subject economics is divided into two branches called microeconomics and macroeconomics. സാമ്പത്തിക ശാസ്ത്രത്തെ രണ്ട് ശാഖകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിനെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നും അറിയപ്പെടുന്നു. മൈക്രോ ഇക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് വിച്ച് സ്റ്റഡി ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ആൻ ഇക്കോണമി ലൈക്ക് consumer behavior, theory of firm, pricing of commodity, demand, supply and like that. ഒരു സമ്പദ്വ്യവസ്ഥയുടെ വ്യക്തിഗത യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനത്തെയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നറിയപ്പെടുന്നത്. മാക്രോ ഇക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് വിച്ച് സ്റ്റഡി ദ ഇക്കോണമി ആസ് എ ഹോൾ. ഒരു സമ്പദ്വ്യവസ്ഥയെ കുറിച്ച് മൊത്തമായും പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര വിഭാഗമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇറ്റ്സ് മെയിൻ ഏരിയ ആർ നാഷണൽ ഇൻകം, ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ബിസിനസ് സൈക്കിൾ, ഇക്കണോമിക് ഗ്രോത്ത്, ഇൻ്റർനാഷണൽ ട്രേഡ്, ലൈക്ക് ദാറ്റ്. മൈക്രോ ഇക്കണോമിക്സ് ഈസ് കോൾഡ് പ്രൈസ് തിയറി വൈൽ മാക്രോ ഇക്കണോമിക്സ് ഈസ് കോൾഡ് ഇൻകം തിയറി. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ വില സിദ്ധാന്തം എന്നറിയപ്പെടുമ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം വരുമാന സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. The approach in microeconomics is partial equilibrium, while that of macroeconomics is general equilibrium. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ സമീപന രീതിയെ ഭാഗിക സന്തുലിതാവസ്ഥ എന്നറിയപ്പെടുമ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ അത് പൊതു സന്തുലിതാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. Microeconomics is the study of trees, while macroeconomics is the study of forest. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മരങ്ങളെക്കുറിച്ചുള്ള പഠനമെന്നറിയപ്പെടുമ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ വനങ്ങളെക്കുറിച്ചുള്ള പഠനമെന്നാണ് പലപ്പോഴും പറയപ്പെടുന്നത്. മൈക്രോ ഇക്കണോമിക്സ് ഗീവ്സ് വേംസ് ഐ വ്യൂ ഓൺ എ പ്രോബ്ലം, വൈൽ മാക്രോ ഇക്കണോമിക്സ് ഗീവ്സ് ബേർഡ്സ് ഐ വ്യൂ ഓൺ എ പ്രോബ്ലം. ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ വിശദീകരണമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിക്കുന്നത്. അതേസമയം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ അതൊരു വിഹഗ വീക്ഷണമാണ് നൽകുന്നത്. 5 മാർക്കിനുള്ള ചോദ്യം നന്നായി പഠിക്കുക. താങ്ക് യു.